ഹേ ഗൈസ്, അപ്പം നമ്മൾ ഊട്ടിയോട് വിട പറഞ്ഞ് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ ഒരു അനുഭവം? ജീവിതം എങ്ങനെ ഉണ്ടായിരുന്നു? ജീവിതം അടിപൊളിയില്ലേ? നല്ലതായിരുന്നു. ക്ലൈമറ്റ് തണുപ്പ്. പക്ഷെ നമ്മൾ വന്ന സമയത്ത് കോടയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കോടയൊന്നും അങ്ങനെ കിട്ടിയൊന്നുമില്ല. രാവിലെ ഉണ്ടായിരുന്നോ? എനിക്കറിയത്തില്ല. രാവിലെ അമ്മയുടെ മുഖമൊക്കെ ചുവന്നിരിക്കുന്നു, നിറമാറിപ്പക്കി. ഞാൻ ചോദിച്ചു, ഇപ്പം മെയ് സമയത്തൊക്കെ ആകുമ്പോഴത്തേനാണ് പൂ എല്ലാം പിടിക്കണത്. അപ്പം ഭയങ്കര രസമായിരിക്കും ഇവിടെ വരുമ്പോൾ കാണാൻ. സൂര്യകാന്തിയെ ഇവിടെ എല്ലാം പൂവുണ്ട് കേട്ടോ, നല്ല ഭംഗിയെല്ലാം കാണാൻ. സൂര്യകാന്തി കൊണ്ടമ്മ അതുകൊണ്ട് ആലുവ പുഴയുടെ തീരത്ത്. ഇവിടെ ഇഷ്ടംപോലെ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. അതെൻ്റെ ഇവിടെയൊക്കെ ഉഴുതൊക്കെ മറിക്കുവാണ് കൂടുതലും. മറ്റേ ക്യാരറ്റ്, ബീട്രൂട്ട്, ഈ കാര്യങ്ങളൊക്കെയാണ് കൃഷി ചെയ്യുന്നത്. ഒരു പൂ മോട്ടിച്ചേ ഇത് പിടിക്കത്തില്ല. പിന്നെന്തിനാ പറിച്ചത്? സമാധാനം. ഇവിടെ നിന്ന പൂ പറിച്ച്, പൂവിൻ്റെ അരി പറിച്ച്. നല്ല പൂ, നല്ല രസമുള്ള പൂക്കളാണ് കേട്ടോ. വേണ്ട മുക്കുറ്റിയാ. ഇത് തണുപ്പത്ത് ഇവിടെയൊക്കെ പിടിക്കത്തുള്ളായിരിക്കും. മതി. ഓഹോ, ഇത് ഊരി വയ്യാ. പോവാൻ ഗൈസ്. പോണ വഴിക്ക് മൊത്തം ഇഷ്ടം പോലെ പൂക്കളാണ് കേട്ടോ. വെറൈറ്റി പൂവാ മൊത്തം. ഇത് മറ്റേ ഇതല്ലേ മാ, മറ്റേ ഇവിടുത്തെ കാട്ടുചെടികളാ ഇതൊക്കെ. ഇവര് കാട്ടുചെടി ഇതിനൊക്കെ പറയുന്ന. അവർക്ക് ഇതൊന്നും ചെടിയല്ല. നമുക്ക് ഇതൊക്കെ ഭയങ്കര. നമ്മളവിടെ ഉള്ളവർ കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം ചട്ടിയിലാക്കി 150-200 വിൽക്കും ഈ കാട്ടുചെടിയല്ല. റോട്ടിന്റെ നടുക്കിരിക്കുന്ന ആളിനെ കണ്ട കുതിര. ഓഹോ, അച്ഛൻ എന്ത് പറ്റി? അച്ഛൻ മുടന്തെന്നാ? നമ്മള് ഊട്ടി ഇറങ്ങി കേട്ടോ. ഇറങ്ങി കുറെ വന്നു. നമുക്ക് ഞാറൊക്കെ മേടിക്കല്ലേ, തിന്നണമെന്ന് ഭയങ്കര ഇതുണ്ടായിരുന്നു. എനിക്കൊന്ന് തമിഴ്നാട്ടിലാണെന്ന് ഏറ്റവും കൂടുതൽ ഞാവൽപ്പഴം ഉള്ളത് അല്ലേ? 120. ഓക്കെ. പക്ഷേ ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാ. ഇത് കുറേ നേരം തിന്നു കഴിയുമ്പോൾ നാക്കെല്ലാം കൂടെ ഇല്ല വയലറ്റ് കളറാവും. പൊടിയിട്ടുള്ളാവോ? പൊടിയിട്ടതാ. അപ്പൊ ഇനി ഏതാണ്ട് ഒരു 4 മണിക്കൂർ അടുപ്പിച്ച് ഡ്രൈവ് ഉണ്ട് കേട്ടോ. ഇത് ചടയമംഗലമാണ് ഇട്ടേക്കുന്നത് അല്ലല്ലേ? പാലക്കാടല്ലേ? തൃശ്ശൂരാണ് ഇട്ടേക്കുന്നത്. തൃശ്ശൂർ എത്താൻ വേണ്ടിട്ട് 4 മണിക്കൂർ അടുപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി സമയം. ഞാൻ നേരത്തെ അവിടെ വെച്ച് കണ്ടായിരുന്നു കേട്ടാ തേൻ. തിരികണ്ട, ഞാൻ നടന്നോളാം. ഇവിടെ നല്ല ചെറുതേൻ കിട്ടും കേട്ടാ. അത് തേൻ മറ്റേ കൂടെ എടുത്ത് വെച്ചേക്കണം. അവിടെ വെച്ചേ കണ്ടായിരുന്നു. അപ്പൊ നിർത്താൻ പറ്റില്ല. നമുക്ക് അതുകൂടെ നോക്കാം, നല്ലതാണോ നോക്കാം. കളിപ്പീരും ഉണ്ട് കേട്ടോ തോനെ. ചിലപ്പോൾ ഇവർ ഈ കൂട് മാത്രം എടുത്തു വെച്ചിട്ടേ ശർക്കര ഉരുക്കിയിട്ടായിരിക്കും വെച്ചേക്കണം. അങ്ങനെയൊക്കെ ചെയ്യും. അയ്യോ, ഞാൻ മാത്രമേ ഉള്ളല്ലേ, എന്നെ പറ്റിക്കും. ഞാൻ മാത്രം പോയാ. തേനാണോ തേൻ? ഇത് കൂട് മട്ടും താനാ. ഇതില് തേനില്ല ഇല്ലല്ലേ? ഇത് എത്ര തേൻ? ചെറുതേനും ഇருக்கு, വൻതേനും ഇருக்கு. தேனோட மிளகு அது வந்தேன்னா ஃப்ரெஷ்ஷாக ஃபில்டர் பண்ணி தரலாங்க. எவ்வளோ அது? ചെറുതേൻ 1300 രൂപ. அது வந்தேன்னா 750. അത്രയൊന്നുമില്ല. വീട്ടിൽ പോകണം, കുപ്പിപ്പാട്ടിൽ മാറ്റിക്കിங்க കൊട്ട കുപ്പില. അച്ഛാ, എന്നെ പറ്റിച്ചായിരുന്നു അച്ഛാ. അയ്യോ, എന്നെ പറ്റിച്ചേനായിരുന്നു. ദൈവമേ, പാതിയെ പറഞ്ഞോളൂ. 500 രൂപ കിട്ടിട്ടോ 1 ലിറ്റർ. തന്നേനെ. അയ്യോ, ഭാഗ്യം കേട്ടാ നിങ്ങൾ വന്നത്. എന്നെ ഏമാത്തിയാച്ചാ. ഇവര് പറയുന്നതിന്റെ പകുതിയുടെ പകുതി പൈസ കൊടുത്താൽ മതി കേട്ടാ. ഇത് ഈ 1 ലിറ്റർ ചെറുതേൻ മേടിച്ചത് 500 രൂപയ്ക്കാണേ. എവിടെ വന്നാലും ഈ 500 രൂപയ്ക്ക് മേടിക്കാവും. 500 രൂപ കുറച്ചും കിട്ടും. 400 രൂപയ്ക്കും കിട്ടിയായിരുന്നു. 1300 രൂപ പറഞ്ഞ ചെറുതന്നെ അവളോ റേറ്റിന്. ഇതിന് ഒറിജിനലാണോ ഡൂപ്ലിയാണോ പറഞ്ഞൂടാ. പക്ഷെ ടേസ്റ്റ് ഉണ്ട് കേട്ടാ നല്ല. അതിനോണ്ട് മേടിച്ചതാ. അളിയെ കിടക്കളയാ. ഞാൻ ലാഭത്തിന് മേടിച്ച് 1300 രൂപയുടെ സാധനം ചെറുതേ 500 രൂപയ്ക്ക് മേടിച്ചേ. അല്ലടിയാ, ഇത് വിലയുള്ളതാ. കുടിച്ചൊക്കെ ഒറിജിനല്ല. മറ്റേ തേന്റെ അറയൊക്കെ ഉണ്ടായിരുന്നു, അതിന്റെ ഇതിന് എടുത്തതാണ്. അത് ബിസിനസ്. ശരിയാ.
പിഴിയാൻ വേണ്ടിട്ട് അതിനകത്തൊന്നും ഇല്ല, അത് ജസ്റ്റ് കൂട് മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെ തന്നെ. വണ്ണം കുറയും, വയറ് കുറയും. രാവിലെ ഇച്ചിരി നല്ലതാണ് ഒറിജിനല്ല. എങ്ങനെ അറിയാം തേന്റെ ടേസ്റ്റ്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ കേട്ടോ, വിശക്കുന്നു. സമയം 2 മണി. ചിക്കൻ അളിയന 3 ചിക്കൻ 1 മട്ടൻ. ഓക്കെ, എനിക്ക് മട്ടൻ. ഇവിടെ ഇലയിലാണ് കേട്ടോ ബിരിയാണിയൊക്കെ. ഇല ബിരിയാണി, ഇലയിലെ ബിരിയാണി എന്നെ ഞാൻ ഉണ്ടാക്കി അതിനകത്ത് ഉണ്ടാ. പക്ഷെ എനിക്ക് തമിഴ്നാട് ബിരിയാണി ഭയങ്കര ഇഷ്ടവും. അച്ഛനാ? എനിക്ക് നല്ല ഇഷ്ടം, നല്ല ഇഷ്ടം. ദിണ്ടുക്കൽ ബിരിയാണി. ദിണ്ടുക്കൽ ബിരിയാണി അതെനിക്ക് ഇവിടേക്ക് ഉണ്ട്. എവിടെ? നല്ല ബിരിയാണി നമ്മളെ കല്ലടക്കുറിച്ചി ആ ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. ആമാ. പിന്നെ നമ്മുടെ ട്രിവാൻഡ്രത്ത് A Square ബിരിയാണിയിൽ നല്ല ബിരിയാണി കിട്ടും കേട്ടോ. അവിടുത്തെ ബിരിയാണി ഒരു തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയാണ്, അടിപൊളി ബിരിയാണിയാണ്. അളിയും കഴിച്ചിട്ടില്ലേ? ഇവിടുത്തെ ബിരിയാണി കേട്ടോ, എരി കൂടുതല. ബിരിയാണി എത്തി കുറച്ചേ ഉള്ളൂ അല്ലേ, ക്വാണ്ടിറ്റി ഭയങ്കര കുറവാണ് തോന്നുന്നു. തട്ട അയ്യേ, ഇത്രേ ഉള്ളോ? ഇവിടെ ക്വാണ്ടിറ്റി ഭയങ്കര കുറവാടേ, ഇത്രേ ഉള്ളടേ ബിരിയാണി. എനിക്കൊന്ന് ഇവർക്ക് ചിക്കന് ക്വാണ്ടിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. അച്ഛാ ഇങ്ക വെച്ചില്ല. പപ്പടം ഇറുക്ക, പപ്പടം. ഇത് വേറൊരു ഫ്ലേവറാണ് കേട്ടോ. എനിക്കൊന്ന് റൈസിൽ എന്തോ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. ഇല്ല, റോസരിയുടെ അരിയാണോ വെച്ചാ? നിറമുള്ള അരിയാ? മസാലയുടെ മട്ടനും ഇല്ല, മട്ടൻ്റെ പീസ് ഭയങ്കര കുറവ്. ചിക്കൻ മേടിച്ച് മതിയായിരുന്നു. എങ്ങാണ്ടാ കൊള്ളാം. ശരി, നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കഴിച്ചില്ലേ, അതിന് ഇതിന് ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുഴപ്പമില്ല കേട്ടോ. ഓക്കെ ഗൈസ്, കഴിച്ചിട്ട് വരാം. ബിരിയാണി തൊലിഞ്ഞാണെങ്കിൽ നല്ല റേറ്റ് കേട്ടോ, 1200 രൂപയായി. എനിക്കൊന്ന് മട്ടന് ഭയങ്കര വിലയാന്ന് തോന്നുന്നു. മട്ടൻ തേച്ച് കേട്ടോ, മട്ടൻ്റെ പീസ് എന്ന് പറയുന്ന സംഭവമില്ല. പക്ഷെ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടിയല്ലേ. നമ്മൾ അവിടുന്ന് 3520 രൂപയ്ക്ക് അടിച്ചിട്ടാണ് വന്നത്. അവിടുന്ന് നേരെ വന്ന് ഏതാണ്ട് ഒരു 10-400 ഇല്ലല്ലയാ 10-400 കിലോമീറ്റർ അടുപ്പിച്ച് ഡ്രൈവ് ചെയ്ത് വന്ന് പിന്നെ അവിടെ ഫുള്ള് കറങ്ങിയത് ആ എണ്ണയ്ക്കകത്ത്. പിന്നെ ഇറങ്ങി വന്നിട്ട് കണ്ട് ഇപ്പം 87 കിലോമീറ്റർ റേഞ്ച് പിന്നെ കാണിക്കുന്നുണ്ട് ആ എണ്ണയിൽ. അത് കൊള്ളായിരുന്നില്ല, നമ്മൾ അവിടെ കറങ്ങിയില്ല ചാ, അവിടെ ഒത്തിരി കറങ്ങി. ഒരു 3500 രൂപയ്ക്കും കൂടെ അടിക്കാം. എങ്ക ആയാച്ച് കോയമ്പത്തൂർ ആയിടിച്ചാ എന്തൊരു ഗമനമാണ്. ഇളനീ തണ്ണി വേണം, തണ്ണിയും മധുരവും. നീ കയറി അടത്ത്, അപ്പുറത്തേം കൊണ്ട് നീ കയറി അടത്ത് കൂടി. ഇവന് ഞാനിവിടെ ഇപ്പൊ ശരിയാവുന്നില്ല കേട്ടോ. ഇവന്റെ കൂടെ എനിക്ക് പറ്റത്തില്ല, എനിക്ക് പറ്റത്തില്ല. ഇവിടെ KSRTC നീ അതിൽ കയറി. എനിക്ക് കത്തി വേണ്ട, വേണ്ടേ? പേരായതിന് 2 പേരല്ലോ മതി നീ കേട്ടോ. നല്ല മൂഡ്. അത് ഒരു തേങ്ങ വന്ന് 80 രൂപ. മുന്നേ ചോദിക്കണം, ചോദിച്ചിട്ട് വേണം അടുത്ത് കുടിക്കാൻ. ഒരു കരിക്കിന് 80 രൂപ ചോദിച്ചേട്ടാ, ഇച്ചിരി വില കൂടി. മൊത്തം 300 രൂപയായി. എവിടെയെങ്കിലും ഒക്കെ ഏമാത്തോടെ അങ്ങനെ തന്നെ ചെയ്യാൻ വയ്യട്ടാ. ഭയങ്കര മൊനയുള്ള കത്തി, ഒരു ടെറർ രീതിയിൽ സംസാരിച്ച് ഡീൽ ചെയ്ത് എന്തോ ഇത് പറയുകയും ചെയ്തായിരുന്നു എന്നെ. കറക്റ്റ് ഭാഷ മനസ്സിലായില്ല എന്തിനാ പറഞ്ഞേന്ന്. ഞാൻ പിന്നെ ഒന്നും അത് ഡിസ്കവർ ചെയ്യാൻ പോയില്ല, അങ്ങോട്ട് ചോദിക്കാൻ പോയില്ല. ഉണ്ടായിരുന്നു ഒരു 12 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ കോയമ്പത്തൂർ ഇറങ്ങുന്നില്ലേ? പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും വേണമെന്നില്ല ചാ, സത്യമായിട്ട് എനിക്ക് വേണമെന്നില്ല. അല്ല, അച്ഛൻ എന്തൊക്കെ ഐറ്റം മേടിക്കണം കേട്ടോ, അതുകൊണ്ട് നമുക്ക് നിർത്താം. അതെ അതെ, ഇനി എന്തൊരു സംഭവം എത്ര രൂപയാണ് ചോദിച്ചിട്ട് മാത്രം ചെയ്യുക. ഏകദേശം ഞങ്ങൾ കോയമ്പത്തൂർ എത്തി കേട്ടാ. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുന്ന കാര്യമാണ് ഏറ്റവും ബുദ്ധിമുട്ട്. 4 കിലോമീറ്റർ ഓടാൻ 200 രൂപ. അതാ പുള്ളി അതുമല്ല ദൂരെയുള്ള ഏതോ സ്ഥലം ഒന്നൊന്ന് പറഞ്ഞാ ഇല്ലേ? എല്ലാരും ഉള്ള ഏറ്. ഓക്കെ, നിങ്ങൾ ഏറ്, ഞാൻ സൈഡിൽ ഇരിക്കാം. എടേ 4 പേർക്ക് സ്ഥലമില്ലടേ. ഓക്കെ, പോട്ടെ. ഇലക്ട്രോണിക്സ് ഒക്കെ കിട്ടുന്ന സ്ഥലത്തോട്ടാണ് കേട്ടോ പോണ.
1 ഇഞ്ച് ഗ്യാപ്പ്. ഈ സൈഡ് ഇവിടെ ഫുള്ള് ഷോപ്പാണെന്നാണ് പറഞ്ഞത്. ഈ റൗണ്ട് ഇവിടെ മൊത്തം അങ്ങോട്ടുണ്ട്, പിന്നെ അങ്ങോട്ടേക്കുണ്ട്, എല്ലായിടത്തും ഷോപ്പാണ്. നമ്മൾ നടുക്ക് കഴിക്കുന്ന. ഇനി എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് പോവാം. എന്തൊരു വെയില്. പാത്തുവാ നീങ്ക സുമ്മാ അപ്പടി ഇപ്പടി എല്ലാം ഇരിക്കാതെ വാ. ഇല്ല 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 എടാ ഇടേ ആരും ഒന്നും പറയല്ലേ. തമിഴ് അറിയാവുന്ന ആളുണ്ട് കേട്ടാ. അവർക്ക് തമിഴായിട്ട് തന്നെ തോന്നും കേട്ടാ. ഒരു ഡൗട്ടും തോന്നൂല. നമ്മൾ വീട്ടിലോട്ട് ലൈറ്റ്സ് നോക്കുവാണ് കേട്ടോ. നമ്മുടെ ഹോളിലൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഗെയിമൊക്കെ എടുക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെയൊക്കെ ലൈറ്റ് കിട്ടും. ഈ സംഭവം ഞാൻ നേരത്തെ സെറ്റ് ചെയ്യണമെന്ന് ആലോചിച്ചു. പിന്നെ വന്നപ്പോഴത്തേക്കും ഇവിടുത്തെ റേറ്റും കൂടെ ചോദിക്കാം. പിന്നെ അവിടുത്തെ വില എന്തുവെന്ന് എനിക്ക് അറിയത്തില്ല. പുതിയതായിട്ടൊക്കെ വീടൊക്കെ വെക്കുന്നവർക്ക് ഇത് ഇവിടെ യൂസ്ഫുൾ ആയിരിക്കും. ഇവിടെ വന്നാൽ അത്യാവശ്യം റേറ്റ് കുറച്ച് സാധനമൊക്കെ കിട്ടും. ഇതിൻ്റെയൊക്കെ വില 9500 രൂപ. ചിലപ്പോൾ നമുക്ക് ആദ്യം കേൾക്കുന്നതുകൊണ്ട് തോന്നുന്നതായിരിക്കും, ചിലപ്പോൾ ഇതൊക്കെ ആയിരിക്കും ഇതിൻ്റെ വില. ഹോളിലൊക്കെ 2 നില 3 നില വീട്ടിലൊക്കെ ഹോളിലിടൂലേമാ. തമിഴ്നാട് ബാർഗെയിനിങ് ആണ് സുഹൃത്തുക്കളെ. ലൈറ്റ് എടുത്ത കേട്ടോ. 790 ആരെയൊക്കെ പോവുക 1580 അതൊക്കെ കൂടുതലായി ഇருக்கு. നല്ല തമിഴ്. 10 വാട്ട്സ് 600 இதுமே இதுதான் நல்லா இருக்கணும். பிரைட் யூஸ் இருக்கணும்ல திங்ஸ். அதெல்லாம் இருக்கு. விலை வந்து கம்மி பண்ணி கொடு. അച്ഛ ഇപ്പൊ സെറ്റ് ചെയ്യും കേട്ടോ. അപ്പൊ നോക്കിക്കോ. അൽ ബാർഗെയിനിങ് നോക്കിക്കോ. കാൽക്കുലേറ്റർ ഒക്കെ എടുത്ത് എനിക്കറിയാൻ വയ്യ. 250 അടിച്ച 3 எப்படி இப்படி வரும்? ஆனா நான் வீட்ல இருந்துருவேன். எதுக்கு இங்க வர்றேன்? வீட்ல படுத்து 70 இயர்ஸ் ஸ்டார்ட் அப் பண்ணியாச்சு. அவளோ மாத்த முடியாது. അച്ഛൻ പേസുന്നില്ല. അച്ഛൻ ഫുള്ള് പോക്കറി അടിക്കുന്നത്. ഇല്ല ഫോണിലായിരുന്നു. പുള്ളി ഫോണിലാണ് നമ്മള് കേട്ടോ. അണ്ണാ 3 എടുക്ക. ഒരു റേറ്റ് പറഞ്ഞതാ. ஆனா அது 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 விடு தம்பி. ஆனா இங்க பாருங்க. എന്നാ அது விடு. அவ்வளவுதான். ஆனா 30 rupees. சரி கொலை 200 அவ்வளவுதான். அது போதும் தம்பி. அவ்வளவு வராதுண்ணா. அது எடுத்து தம்பி. இது தம்பி வா இன்னொன்று സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എല്ലാം നമുക്കും ഓക്കെ. നമ്മൾ 3 ലൈറ്റ് എടുത്തു കേട്ടാ. അപ്പൊ എവ്വളോ ലാസ്റ്റ് சொல்லண்ணா சொல்லிക്കൊடு. 2250 அது 2 100 കേട്ടാ. 2 എടി ഇവിടെ ബാർഗെയിനിങ് നടക്കൂല. ഇവിടെ എത്ര പേരെന്നറിയാമോ? അവർ എന്നെ വന്നും തരുമാ കാണിക്കുന്ന ഒരു സാധനം കാണിച്ച് പാക്ക് വേറെ സെഞ്ചു കൊടുക്ക உங்களுக்கு അവിതാല് ഈ വഴക്ക് പറയണോ ഉണ്ടോ என்ன சொல்லு கேக்கட்டும் கேக்கட்டும். சொல்லுங்க. வயிறு இத்தனை பேர் சேர்ந்து ஏமாத்தி போட்டீங்கங்கிற. யாரை ஏமாத்திடுச்சு? இது என்னமோ எல்லாத்தையும் போட்டா எடுத்துட்டு போய் இதெல்லாம் vlogல வர போகுது. எதுல vlog சப்ஸ்கிரைப் பண்ணிட்டாங்க. உங்களை பார்க்கலாம். ஒரு ஹாய் പറ. ஹாய். பேரு சொல்லு. என்ன யூடியூப் இது பேர் என்ன? இது vlog. നമ്മളെ ഫാമിലി വ്ളോഗ് ഇതാ. അപ്പ അമ്മ എല്ലാമേ ഇருக்கு. நீங்க 4 பேருமா? 4 പേരുണ്ട്. അത് ഏ ഫ്രണ്ട് எங்க ഊട്ടിക്ക് പോയിട്ട് വர்ற വഴി. போயிட்டு வந்தாச்சா? போய் எத்தனை நாள் போயிருந்தீங்க? 2 നാൾ. 2 நாள். പിന്നെ കേരള கிளம்பிடுவீங்களா? ഇനി കിളമ്പ പോകുന്നത്. ഇപ്പൊ ഇങ്ങ ഇറങ്ങിയിട്ട് കൊഞ്ചം ഇലക്ട്രോണിക്സ് സാധനം എല്ലാം മേടിக்கிறதுக்கு വന്നേ. வாங்கியாச்சா? അത പാത്താച്ചില്ല. നല്ല റേറ്റ് എന്നാലും പറവല്ലേ. എത്രയ്ക്ക് കൊടുത്തത്? പാട്ടി പിന്നെ പേര് சொல்லு. പേര് சொல்லு. மணி. മണി. മണി வந்து ആമ്പളക്ക് ഇടുற പേര് നമ്മുടെ നാട്ടില്. മണി. മണിയമ്മാന്ന് എല്ലാം ഇടും. മണിയമ്മ. മണിയമ്മ. അതിന് തൊട്ട് മണിയമ്മയാണ് കേട്ടോ. ചെക്ക് പണി പാറണം കേട്ടാ ഇടയ്ക്ക്. ശരി ഒരു ടാറ്റ കൊടുക്കുങ്ക. ബൈ. മലയാളം പറയോ? അറിയാമോ? വരത്തില്ലല്ലേ. ഓക്കെ ഗൈസ്, നമ്മൾ കുറച്ച് ലൈറ്റ്സ് മേടിച്ചു കേട്ടോ. വീട്ടിലോട്ട് കുറച്ച് ബൾബ്. എന്തിനാ അച്ഛനെന്തിനാ മേടിക്കാനുള്ള? എനിക്ക് ഈ പിന്നെ റെക്കോർഡിംഗ് പാട്ട് പാടുമ്പോ അത് ഫോണിലല്ലേ റെക്കോർഡ് ചെയ്യുന്ന? അല്ലല്ല
സാധനം മേടിക്കാനുണ്ടോ അച്ഛന്? വെറൈറ്റി എന്തോരം ഒരു സാധനം. ബൾബ് മേടിച്ചു കേട്ടോ, വീട്ടിൽ ഇടാനായിട്ട് കുറേ ബൾബ്. പിന്നെ സ്പോട്ട് ലൈറ്റ് മേടിച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ നേരത്ത് റൂഫിലൊക്കെ സെറ്റ് ചെയ്താൽ കുറച്ചും കൂടെയൊക്കെ ലൈറ്റ് കിട്ടും നമുക്ക് വീഡിയോ എടുക്കാൻ. അതിനുകൊണ്ട് അത് മേടിച്ച്. 20 വോട്ടിൻ്റെ എത്ര രൂപ എന്ന് പറഞ്ഞാൽ 790. ആ ഓൺലൈനിൽ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. 2 വർഷം വാറണ്ടി ഉള്ള സാധനം. ക്യാരം ബോർഡ് ഉണ്ട്, പക്ഷെ ഇവിടുന്ന് കൊണ്ടുപോകാൻ ടാസ്ക് ആയിരിക്കുമല്ലോ വെച്ചാൽ. ക്യാരം ബോർഡ് മേടിച്ചാൽ നമ്മുടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു കേട്ടോ, അത് അടിച്ചു പോയി. സുഹൃത്തുക്കളെ, ഈ നഗരം മൊത്തം ഞങ്ങൾ നടക്കുവാണ്. ലോകത്തില്ലാത്തൊരു സാധനം ഇത്. എന്തൊരു മിക്സ് വെച്ചാ? മിക്സറാ? എന്തൊരു സൗണ്ട് മിക്സാ? അതായത് ഈ മറ്റേ ഗിത്താറ് പിന്നെ മൈക്കിന്റെ കേബിൾ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സാധനം, ഒരു യൂണിറ്റ് പോലത്തെ സാധനം. ഇതാണ് വേണ്ടത് അച്ഛന്. അച്ഛൻ ഗിത്താറൊക്കെ വയ്ക്കുമോ? അത് വേണം അച്ഛൻ, ആ സാധനം വേണം. ഓക്കെ, അപ്പം നമ്മൾ അതാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു 3 വലത്ത് വെച്ച് കേട്ടാ. കോയമ്പത്തൂർ മൊത്തം 3 വലത്ത് വെച്ച്. ഇനി എവിടെയൊക്കെ എന്തൊക്കെ കിട്ടുമോ നമുക്കറിയാം. ഫുൾ പഠിച്ചേട്ടാ. അളിയിലൊക്കെ കണ്ട തപ്പുവാണ്. സൈഡ് ഒഴിഞ്ഞേക്ക്. ചെറിയ വഴിയാണ് കേട്ടോ. അമ്പലമൊക്കെ റോഡിൻ്റെ സൈഡിൽ നോക്കിയേ. ആ ഇതുവഴി നമ്മൾ അങ്ങോട്ട് പോയത് നേരത്തെ. നോക്കിയോ, മാക്സിയോ ചുരിദാറോ ഡ്രസ്സോ എന്തായാലും നോക്കാം അമ്മയ്ക്കും കൂടെ. അച്ഛൻ്റെ ഉദ്ദേശം നടന്നിട്ടില്ല. അതിൽ നിരാശയുണ്ടോ? നിരാശയൊന്നുമില്ല, നടക്കത്തില്ല ഇവിടെ ഇല്ലത്. ആ കറക്റ്റ് സംഭവം അത് എവിടാന്ന് പോലും നമുക്ക് അറിയത്തില്ല. മെയിനായിട്ട് ഈ നടക്കാനേ പറ്റൂ, അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ബുദ്ധിമുട്ടാണ്. നിനക്ക് മാക്സി വല്ലതും വേണോ? എനിക്ക് വേണ്ട, നീയല്ലേ ഇരുന്ന. ഞാൻ സത്യം പറയട്ടെ, അളിയെ രാത്രി മാക്സി ഒക്കെ ഇട്ടുണ്ടോ നോക്കുന്ന. ഇല്ല അതാ എനിക്ക് വയ്യാത്തതുകൊണ്ട് അളിയന് സത്യത്തിൽ അളിയന് വയ്യാത്തതുകൊണ്ട് ഞാനാണ് കൊണ്ടു നടന്ന് ഇങ്ങനെ നോക്കുന്നത്. അതുകൊണ്ട് വേറെ ആരും കൂടിക്കത്തില്ല പുള്ളീനെ. ഇത് കുറച്ച് വയലൻ്റ് ആവും ഇടയ്ക്ക്. അത് എനിക്കത്രേ അറിയത്തുള്ളൂ, മെരിക്കാൻ എനിക്കത്രേ. അതുകൊണ്ട് ഇതെല്ലാം എவ்வளோ റേറ്റ്? 200. അയ്യോ, കുറേ നടന്നല്ലേ നമ്മൾ, ആവശ്യമില്ലാതെ കുറേ ദൂരം നടന്ന്. അത് യാറ് കാരണം? ഒന്ന് നീ കാരണം ലൈറ്റ് അത് പെട്ടെന്ന് കണ്ടുപിടിച്ചു. എല്ലാം പറയണം. ലൈറ്റിന് നമ്മൾ 1 റൗണ്ടേ കറങ്ങിയുള്ളായത്. പക്ഷേ അച്ഛൻ്റെ സാധനത്തിന് 3 റൗണ്ട് കറങ്ങി, ഓട്ടോ പിടിച്ചും കറങ്ങി കേട്ടല്ലേ. ആ അച്ഛന് വേണ്ടേ? അച്ഛന് 2 നെറ്റ് കൂട്ടി അടിക്കണം ഒരെണ്ണത്തിൽ. തന്നെ 2 ത്രിപ്ലക്സൽ പോക്കറ്റ് ഇറുക്കിற മോഡൽ ഇറുക്ക. സോറി, തമിഴ് അപ്പിടി ഇപ്പിടി എല്ലാം ആയിടും. അത് അത് കൊള്ളത്തില്ല. അതിനകത്ത് ഒട്ടും കൊള്ളാത്ത നോക്കിയിട്ട് പറയണ കൊള്ളാതെ. എടാ നീ പോയി ചുരിദാർ മാക്സി മേടിച്ചിട്ടോ. ഒരു ടോപ്പ് ഉണ്ട്, 250 രൂപ ടോപ്പ് ഉണ്ട് മേടിച്ചത്. എടുത്തുകൊണ്ട് ആ ഒരിക്കുന്ന ആ വിഗില്ല അതുകൂടെ ഒരെണ്ണം എടുത്ത് വെക്കും. സുഹൃത്തുക്കളെ, അടുത്തത് സിൽവർ ഷോപ്പിംഗ് ആണ്. സിൽവർ ഷോപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 400 ആണോ? ഇത് ചടങ്ങ് താർക്കില്ല ഇത്. ഓക്കെ, നമ്മൾ സാധനമൊക്കെ മേടിച്ചു കേട്ടോ. അമ്മയ്ക്ക് മാക്സി സാധനമൊക്കെ എടുത്ത്, പിന്നെ അനുവിനും ടോപ്പൊക്കെ മേടിച്ച്. പക്ഷെ നല്ല ടോപ്പില്ലേ, അതെനിക്ക് 3 ഇഷ്ടപ്പെട്ട്. അതാ പിന്നെ എടുത്തത്. ഇറങ്ങാം പോവാം. വണ്ടി കിടക്കുന്ന സ്ഥലം ഇത്തിരി ദൂരെയാ. ഇനി പോകണമെങ്കിൽ 149 രൂപ. അവിടെ ബാഗ് ഉണ്ടോ, ഭയങ്കര ചീപ്പ് റേറ്റാ, 150 രൂപ. ഞാൻ ഈ ബാഗ് തൂക്കി കിടക്കുന്നതിന് എല്ലാവരും എന്നെ കളിയാക്കുന്നത്. പച്ചക്കുതിരയല്ലേ ദിലീപ് എന്ന് ഇന്നത്തെ വീഡിയോയിൽ കമന്റ് ഉണ്ട്. എന്തിന് ബാത്റൂമിൽ പോകുമ്പോഴും ഫുഡ് കഴിക്കുമ്പോഴും ഒക്കെ ബാഗ് തൂക്കി കിടക്കുന്ന ഞാൻ ദിലീപാണ്, പച്ചക്കുതിരയല്ല. ഇതിനകത്ത് എൻ്റെ വിലപ്പെട്ട സാധനങ്ങളെ കൊണ്ടിടാം. ഡോളർ അക്കം പൊക്കം നോക്കാം. നമ്മളെ എങ്ങും ആയിട്ടില്ല കേട്ടോ. നമ്മൾ എത്തുമ്പോഴത്തേന് പാതിരാത്രി ആവും. ബസ് മറക്കൊന്നും ലെക്കില്ല, കാണുന്നില്ല കേട്ടോ. അച്ഛൻ ബസ്സിൻ്റെ കൂടെ അങ്ങ് പോവാനുള്ളായിരുന്നു കോയമ്പത്തൂര്. നോക്കിയാടാ, ശ്രീദേവി ആയിരുന്നു. കൊച്ചുറക്കം. എടാ നീ എൻ്റെ മുമ്പിൽ നീ വെറും ചെറുതാ. നിനക്കൊരു വിചാരമുണ്ട്. അല്ല, നിനക്ക് ഒരു വിചാരമുണ്ട്, നീ വലിയ സൈസ് ഉണ്ട് എന്നൊക്കെ. നീ എൻ്റെ അടുത്തേക്ക് ഓർമ്മ സിനിമ. ഓ നേരെ സ്ട്രൈറ്റ്. ഇവിടെ ഒന്നുമല്ല, ഇതൊക്കെ സെക്കൻഡ് ഹാൻഡ് ജീൻസ് ആണ് കേട്ടോ. ഇതൊക്കെ കഴുകി തുടച്ച് കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കണം.
നടന്ന് മടുത്തടേ. ഇന്ന് ഏതാണ്ട് ഒരു 4-5 കിലോമീറ്റർ അടുപ്പിച്ച് നടന്നെന്ന് തോന്നി ഞങ്ങള്. ഇനി ഇത് ചുമന്നു കിടക്കും. ക്യാരംസ് മേടിച്ചിരുന്നെങ്കിൽ വലിച്ചേനച്ചാ അത് ചുമന്നുകൊണ്ട് കിടക്കേണ്ടി വന്നേനാ. അത് സെല്ലോ ടേപ്പ് വയ്ക്കുന്ന കടയാണ്. അടുത്ത് നോക്കുക. ഓരേറി ആറാത് ഈ പുല്ല് കേട്ടോ അച്ഛനെ പിടിച്ചെറിഞ്ഞത്. ഓക്കെ കൈ സാധനം എല്ലാം പറക്കി വണ്ടിക്കകത്ത് കയറ്റി കേട്ടോ. പുല്ല് കുറേ നടന്നു പുല്ല്. ഇവിടെ പാർക്ക് ചെയ്യുന്ന ആരെയൊക്കെ കുറച്ച് പാട്. അമ്മേ ഇത് രണ്ടാമത്തെ ടോളാട്ടോ. തമിഴ്നാടിന്റെ ഒരു ടോൾ കൊടുക്കണം. കുറച്ച് ദൂരം കൊണ്ടുവന്നാൽ മതി. വീണ്ടും ടോള് കൊടുത്തില്ല. ടണൽ എത്തിട്ടോ. ടണൽ അടക്കിട്ട് അച്ഛൻ ചത്ത കാറ്റ് പോയോ? നമ്മള് ഫുഡ് കഴിക്കാനായിട്ട് കയറി കേട്ടോ. ഞാൻ ഇതുവരെ ഇവിടെ കേറിയിട്ടില്ല. അലിബാബ കേട്ടിട്ടുണ്ട്, കേറിയിട്ടില്ല കേട്ടോ. 41 കള്ളന്മാരല്ല, 41 ഡിഷസ്. പണ്ടത്തെ കഥ അറിയത്തില്ല. അലിബാബായി 41 കള്ളന്മാരെന്ന് പറഞ്ഞാൽ കഥയുണ്ട്. ഓ ഇത് 41 ഡിഷ്. അത് പക്ഷേ ഈ പേരിട്ടേക്കുന്ന അലിബാബയും ആൻഡ് 41 അത് ഡിഷാക്കിയവര്. ഓക്കെ. നമ്മള് മന്തി പറഞ്ഞു കേട്ടോ. എല്ലാവരുടെയും അഭിപ്രായ പ്രകാരം എല്ലാവർക്കും വേണ്ടത് മന്തിയാണ്. അതുകൊണ്ടൊരു ഫുൾ മന്തി പറഞ്ഞേ. കൊള്ളല്ലേ ഇതിൻ്റെ അകത്ത് അക്കോറിയെ കൊണ്ട് കേട്ടാ. വേണ്ട ഇത് പിടിച്ച് പൊരിച്ചു തരണം അല്ലേ? അത് സൂപ്പർ പരിപാടിയാണ്. കറുത്തതാ മറ്റേ ഇങ്ങനെ ഇരിക്കണം. ഓ അതിന്റെ മോന്ത നോക്കി. ഒരു പെണ്ണ് റീലല്ലേ അക്കൂറി കിടക്കുന്ന ഒരു മീനില്ലേ ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ അടിക്കുന്നത്. ശരിയാ, അത് ഏത് മീനാണ് പറയാ? ഈ മീനാണ് കേട്ടോ. ഈ മീനാണ് അത്. അതിന്റെ ഫേസ് കണ്ട. ഇവിടെ കൂജയിലൊക്കെ എടുത്തോണ്ടെന്നാ. റൈസ് വലിയ ഗുണമില്ല കേട്ടോ. റൈസ് ഇപ്പം എങ്ങനെയൊക്കെയോ സെറ്റ് ചെയ്തെടുത്തോണ്ട് വന്ന സാധനം ആണല്ലേ. റൈസ് വല്ല അരിയുന്നു. അയ്യോ വെറും കൂറ. ഈ കടയുടെ ഇതൊക്കെ ഉള്ള ഭയങ്കര മോശം. അവന്റെ നമ്മൾ ഒരു കടയിൽ കയറിയിട്ട് അവിടുന്ന് ചിലപ്പോ മോശമായിരിക്കും പറഞ്ഞ് ഇറങ്ങിയതാ. അങ്ങനെ പോയാൽ ഏതെങ്കിലും പട്ടുകുടിയിലെ ചെന്ന് വീഴും. ഇമാര് മറ്റേ ആ കൂജയിലൊക്കെ എടുത്തുകൊണ്ടപ്പോ ഞാൻ വിചാരിച്ച എന്തോ ഹെവി ഐറ്റം ആയിരിക്കുമെന്ന്. അൽഫാം എനിക്ക് കിട്ടിയ അൽഫാം നല്ലോണം കുക്കായിട്ടില്ലായിരുന്നു. ഇമാര് പെട്ടെന്ന് ഇവിടുന്ന് സെറ്റ് ചെയ്ത് കണക്കുണ്ട്. അയ്യേ കൂറേ വെറും കൂറ. ഞാൻ ഇങ്ങനെ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഭയങ്കര മോശം. ചിക്കൻ തിന്നത് എന്റെ വെന്തില്ലായിരുന്നു. ഞാൻ എനിക്ക് മാത്രമായിരിക്കും. എന്റേതും ഞാൻ ആദ്യം കഴിച്ച കുഴപ്പമില്ലായിരുന്നു. കഴിച്ചു വന്നപ്പോ ഇത് കുക്കായില്ല. അത് വിലക്ക് വല്ല ഓർമ്മയുണ്ടോ? 892 രൂപ. എത്ര രൂപയായി? നിധി കണക്കെ കൊണ്ടുവരുന്ന കൂജയിലൊക്കെ തൊലിഞ്ഞ മന്തി. ഓക്കെ ഗൈസ്, ഇനിയിപ്പം നേരെ വീട്. ഹേ ഗൈസ്, സമയം 3:15 കേട്ടോ. ഞങ്ങള് വീടെത്തി. യെസ് ഫൈനലി ഹോം. വാട്ട് എ ലോങ് ഡ്രൈവ്. 2 വട്ടം ചായ പിടിച്ച്. മന്തി സൂപ്പർ ആയിരുന്നു. മന്തി തിന്നതിന് ശേഷം ആർക്കും പിന്നെ വലിയ താല്പര്യമില്ലായിരുന്നു ഒന്നിനോടും. ഒടുക്കത്തൊരു മന്തി ആയിപ്പോയി. എന്തിനാ ബെൽറ്റൊക്കെ ഒരു കഴുത്തിൽ കിട്ടാ. അലിബാബായി 41 കള്ളന്മാര്. അയ്യേ എന്തൊരു കൂറ. നമ്മുടെ ഇവിടെ സൂപ്പർ മന്തി കിട്ടും. ഏത് കട കയറിയിട്ട് ഇതിനെക്കാട്ടി അടിപൊളി മന്തി കിട്ടും ഇവിടെ. അപ്പൊ അതൊക്കെയാണ് സുഹൃത്തുക്കളെ സംഭവം. സാധനമൊക്കെ പറക്കി വെച്ചു കേട്ടോ. പിന്നെ അതാണ്ട് തേൻ. പക്ഷെ ഇത് ലാഭമായിരുന്നു തോന്നുന്നു കേട്ടാ. ഇല്ലേ അച്ഛാ? അച്ഛൻ തന്നെ പറഞ്ഞത് ഇത് സൂപ്പർ ഒറിജിനലാണ്. ദൈവം ഇത് ഒറിജിനലാണോ? ട്രാക്ക് ലൈറ്റ് കേട്ടോ. ഇത് നമുക്ക് ഹാളി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചതാ. റേറ്റ് കുറച്ചൊക്കെ തന്നു കേട്ടോ. ഇത് 750 രൂപയ്ക്കും കൊണ്ടാണ് അവിടുന്ന് മേടിച്ചത്. അത് മാത്രമല്ല ഇതിനകത്ത് 3 മോഡും വരുന്നുണ്ട്. വോം, അതുപോലെ വൈറ്റ് ലൈറ്റ്, അങ്ങനെ 2-3 മോഡും വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു 3 പീസ് ഉണ്ട് കേട്ടോ. ഇത് നമുക്കിപ്പോൾ ഹാളി സെറ്റ് ചെയ്യാം. അനുവിന് 2-3 ടോപ്പ് എടുത്തായിരുന്നു. അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാണിച്ചു തരാം. അത് നല്ല ഭംഗിയുണ്ട്. അവർക്ക് ചേരുമായിരിക്കും. പിന്നെ അതിനൊക്കെ തന്നെ ഇത് 2 കളർ. ഇത് നല്ലതാണ്.
അപ്പോൾ അത്രയൊക്കെ ഉള്ള കൈസ്. ഇനിയിപ്പോൾ സമയം 3:30 ആയിട്ടുണ്ട്. പോയി കിടന്ന് ഉറങ്ങട്ടെ. അളിയനും നാളെ രാവിലെ പോകില്ലേ. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ ബൈ. ഏകദേശം എന്തായാലും അത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പുതിയൊരു വീഡിയോ ആണെന്ന് പറയും. ബൈ.